എയ്മൻ TV നെറ്റ്വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള. ഞാനൊരു ചെറിയൊരു ഹാൻഡിക്യാപ്പാണ് എന്ന് പറഞ്ഞാൽ കൈക്ക് സുഖം ഇല്ല. ഉണ്ടല്ലോ ഇല്ല, കേൾക്കത്തില്ലേ? കൈക്ക് പാർക്കിൻസൺ ഉണ്ട്. അതുകൊണ്ടാണ് കൈയുടെ സ്വാധീനം കുറവുള്ളത്. കണ്ണിന് നല്ല കാഴ്ച കുറവുണ്ട്. വേദോസം ചെറിയ അക്ഷരത്തിലുള്ള എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഐപാഡ് ഞാൻ ഉപയോഗിക്കുന്നത്. കാര്യം അക്ഷരം വലുതാക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഏത് രീതി നടത്തിയാലും പെറുപെറുക്കാതെ ദൈവസന്നിധിയിലായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഏത് നന്മയെ കൂടി നടത്തിയാലും, അതായത് തിന്മ ദൈവം നടത്തത്തില്ല. പ്രതികൂലങ്ങളെ വരുത്തിയിട്ട് നമുക്ക് ദൈവം അതിൽ കൂടി നമ്മളെ നടത്തി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടിരുന്ന് പല കാര്യം ചെയ്യുന്നതിലും വളരെ സംതൃപ്തിയാണ് ആരോഗ്യം ഇല്ലാത്തവൻ ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴേ അറിയത്തുള്ളൂ. ഞാൻ അതിനു മുമ്പേ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ ഏത് പ്രശ്നം വന്നാലും എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പലപ്പോഴും മറുപടി ഏറ്റെടുത്ത്, ഈവൻ സർജറി റൂമിൽ നിന്ന് പോലും കടന്നു വന്ന് ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ വിടുതൽ ഏറ്റെടുത്ത ഒരു മനുഷ്യനാണ്. എന്നാൽ ഇത് വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 2-3 ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അന്നേരം നിനക്ക് ഞാൻ എല്ലാം തന്നു കഴിഞ്ഞാൽ നീ എന്നെ സേവിക്കും. നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു തന്നാലും നീ എന്നോട് സ്നേഹമാണ്. അന്നേരം ഞാൻ അത് അർത്ഥം എനിക്ക് ആഴത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. കർത്താവേ, ഞാൻ ആ നിലത്ത് വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യത്തില്ല. വിടുതൽ നൽകുന്നത് നീയാണ്, നിൻ്റെ ഇഷ്ടമാണ്. ഇനിയും വിടുതൽ നൽകിയില്ലെങ്കിലും ഞാൻ നിന്നെ സേവിക്കും. ഞാൻ ഈ വിടുതലിന് വേണ്ടിയല്ല ഞാൻ നിന്നെ സേവിക്കുന്നത്. കർത്താവ് എനിക്ക് എന്ത് ചെയ്തു തന്നിരിക്കുന്നെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പാപത്തിൽ കിടന്ന് എന്നെ, ദൈവസന്നിധിയിൽ യാതൊരു യോഗ്യതയില്ലാതെ കിടന്ന് എന്നെ, ലോകത്തിൻ്റെ എല്ലാ മേച്ഛലതകളും ചെയ്തിരുന്ന എന്നെ, ഒരാൾക്കും കണ്ണിന് എന്നെ സഹായിക്കാൻ കഴിവില്ല, അവർക്ക് കഴിവുണ്ടായിട്ട് സഹായിക്കാതിരുന്നതെന്നല്ല പറയുന്നത്, കഴിവില്ലാതിരുന്ന എന്നെ ദൈവത്തിൻ്റെ കരുണയാൽ വിളിച്ച് വേർതിരിച്ചെടുത്തപ്പോൾ എനിക്കൊരു ചെറിയ വിടുതലിൻ്റെ കാരണം എനിക്ക് ദൈവസന്നിധിയിൽ തടസ്സമായി തീരുമോ? അന്നേരം ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇതേപടിയാണ് വേറൊരിടത്ത് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന നിർത്താൻ ശത്രുവിന് വേണമെങ്കിൽ എൻ്റെ കണ്ണ് കെട്ടാം, എൻ്റെ വാ കെട്ടാം, എന്നെ എന്നിട്ട് ചാക്കിലാക്കാം. എന്നിട്ട് ശത്രു പറയുകയാണ്, നിനക്ക് ഇനി എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഞാൻ ആ ശത്രുവിനോട് പറയുന്നു, ആ ചാക്കിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയും. സൗണ്ട് പുറത്ത് വരത്തില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞത് വേറൊന്നിനുമല്ല, ദൈവത്തിൻ്റെ പാഠശാലയ്ക്കൂടി പോകുന്നത് അനുഗ്രഹമാണ്. അത് പോയി കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. പുറത്ത് വയ്ക്കുമ്പോൾ നമുക്കറിയത്തില്ല. ഞാനും ഇങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഇത്രയും പറഞ്ഞത് വേറൊന്നുമല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ദുഃഖങ്ങളിൽ കൂടി പോകുന്ന നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അന്നേരം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ വഹിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും പ്രതികൂലം വരുമ്പം നമ്മൾ ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ള സമയത്തേക്കാൾ കൂടുതലുള്ളത്. അന്നേരം പലപ്പോഴും എൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, എനിക്കിനി ഒരു മെസ്സേജോ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാനോ പറ്റുമോ? അത് എനിക്ക് എഴുന്നേറ്റ് ഇന്ന് പറയുന്നതിന് എന്താ? ദൈവം സഹായിച്ച് ഇത്രത്തോളം നിലനിർത്തി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ ഈ വചന ശുശ്രൂഷ എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സത്യവചനമാണ് ഇന്ന് ഘോഷിക്കപ്പെടേണ്ടത്. ഈ സത്യവചനത്തിലേക്ക് മറ്റുള്ളവരെ മടക്കി വരുത്തുന്നതിൽ എളുപ്പമാണ് നമുക്ക് ചെന്നിട്ട് പ്രവർത്തിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരുടെ ഉദ്ദേശം. നമുക്ക് അനേകരെ കുറ്റം പറയാൻ പറ്റും, അനേകർ തെറ്റി നടക്കുന്നെന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മൾ ആയിരിക്കുമ്പം ആ സത്യവചനത്തിലോട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് ഒന്നിച്ച് അത് ചെയ്യാൻ പറ്റിയാൽ
അനേകരെ മടക്കി വരുത്താൻ പറ്റും. അന്നേരം ആ പ്രിൻസിപ്പിള് പലപ്പോഴും നമ്മൾ കാണുന്നത് യുദ്ധത്തിന് പകരം യുദ്ധമല്ല എന്ന് പറയുമ്പോൾ ആ രീതിയിലല്ല നമ്മൾ പറഞ്ഞത്. തെറ്റിക്കിടക്കുന്ന അനേക ജനങ്ങൾക്ക് സത്യത്തിൽ പോകാൻ ഒരു വഴിയില്ല. സത്യം പലതും അറിയത്തില്ല, അവർക്ക് സാഹചര്യങ്ങളില്ല. നമ്മളും ഒരു നല്ല കുടുംബത്തിൽ പിറന്നെന്നിരുന്നോട്ട്, വലിയ കുഴപ്പമില്ലാത്ത, എന്നിട്ട് നമ്മളെ തെരുവിൽ കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? അതുപോലെ അനേക ഇടങ്ങളിൽ സത്യം അനേകർ ഫോളോ, ഇതിൽ കള്ളന്മാരുണ്ടോ? ഉണ്ട്. പക്ഷെങ്കിൽ അതല്ല നമ്മുടെ പ്രശ്നം. അനേകർ സത്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ഇടങ്ങളിലും ഉണ്ട്, എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അന്നേരം സത്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടര്, നമ്മൾ സത്യത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു കൂട്ടർ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരെ ഒന്നിച്ചു കൂട്ടി ദൈവസന്നിധിയിൽ വളർത്തുവാൻ കഴിയും. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അല്ലാതെ നമ്മൾ കുറേ തെറ്റുകൾ പറയുന്നതല്ല, മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ നമ്മൾ ആ രീതിയിൽ ദൈവസഭ എന്തുവാണ്, ദൈവസഭയുടെ ഉദ്ദേശം എന്തുവാണ്, ദൈവസഭയെ എന്തിനാണ് ആക്കി വച്ചിരിക്കുന്നത്, ആ ഭാഗത്തിലോട്ട് മറ്റു പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു. ദൈവവചനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. അത് പ്രാർത്ഥനയ്ക്കും അത് മെസ്സേജിനും എല്ലാത്തിനും. ദൈവവചനമില്ലാത്ത ഒരു കാര്യം ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല. 2, പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തും. ഇത് 3 നടക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വചനപ്രകാരം നടക്കുന്നില്ല. അന്നേരം നമുക്ക് സത്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അന്നേരം ഒരു ജാതിയായ ഒരാൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സത്യദൈവത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആൾ ഹിന്ദുവാണ്. സത്യദൈവത്തെ എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ ഓർക്കാതെ പെട്ടെന്ന് അതിനൊരു മറുപടി പറഞ്ഞത്, ദൈവത്തെ തിരിച്ചറിയാൻ ഒരു കാര്യം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. മനുഷ്യനെ ദൈവമാണോ ഉണ്ടാക്കിയത്, ദൈവത്തെ മനുഷ്യനാണോ ഉണ്ടാക്കിയത്? അന്നേരം പുള്ളി പറഞ്ഞു, ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മനുഷ്യനല്ല ദൈവത്തെ ഉണ്ടാക്കിയത്. സത്യദൈവം ആരാന്ന് ഈ ഒറ്റ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ പല ദൈവങ്ങളെ നമുക്ക് എടുത്തു കളയാൻ കഴിയും. അന്നേരം അത് ശരിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനത് പറഞ്ഞു വന്നത് അത് പറയാനല്ല, ഇന്ന് നടക്കുന്ന തെറ്റുകൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ആത്മീയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. നമുക്കറിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കാൻ പഠിക്കുമ്പോൾ അനേകർക്ക് അത് വിടുതലായി മാറും. കർത്താവ് ഈ 2 പേരെയാണ് എല്ലായിടത്തും അയച്ചത്. ഇന്ന് ദൈവസഭയിൽ പൊതുവായിട്ട് പറഞ്ഞാൽ 2 ദൈവദാസന്മാർ ഒരേ മനസ്സിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത കാലഘട്ടമായത്. അന്നേരം ഒരു സ്കൂൾ ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകൻ്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ആ കുട്ടികൾക്കെല്ലാം കിട്ടാൻ പോകുന്നത് ലോകപരമായിട്ട് നോക്കിയാൽ. അന്നേരം അവിടെ ശക്തന്മാരായ 2 നമ്മൾ സ്നേഹം കാണിക്കേണ്ട രീതി എന്ന് പറയുന്നു കഴിയുമ്പോൾ, ഞങ്ങൾക്ക് 2 ദൈവദാസന്മാർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോടാണ് ഈ ഐക്യതയെക്കുറിച്ച് പറയുന്നത്? അന്നേരം ആ ഐക്യതയ്ക്ക് കർത്താവ് ഈ 2 പേരെ അയച്ചതെന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിൽ ഐക്യതയായിട്ട് നിൽക്കാവുന്ന ഒരു കാര്യം, 2 പേരെ ഐക്യമത്യം പ്രാർത്ഥിച്ചാൽ സകലവും നൽകിത്തരാം. ഐക്യമത്യം എന്ന് പറയുമ്പോൾ എഗ്രി ചെയ്യുന്നതല്ല, അതിനു വേണ്ടിയുള്ള ഒരു വാഞ്ച. അത് ദൈവഹിത പ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം, ദൈവവചനത്തിന് അടിസ്ഥാനമായിരിക്കണം. അങ്ങനെ നാം ഒരു 2 പേര് ചെയ്യുന്നെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യമത്യപ്പെട്ട് ചെയ്യുമ്പോൾ ദൈവം അതിന് മറുപടി നൽകും. ഈ കാലങ്ങളിൽ അത് ഏറ്റവും കുറച്ച് കാണുന്ന കാര്യമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാൽ ഐക്യമത്യപ്പെട്ട് 2 ദൈവദാസന്മാർ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലഘട്ടം കാണുമായിരിക്കാം. പക്ഷെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. കാര്യം നമ്മൾ മാതൃക കാണിക്കാതെ
മറ്റുള്ളവരെ ഇപ്പം സ്നേഹമില്ലാത്ത ഒരു അനേക കുടുംബങ്ങൾ കാണും. അവരെ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും സ്നേഹത്തെപ്പറ്റി മനസ്സിലാകത്തില്ല. സ്നേഹത്തെപ്പറ്റി മനസ്സിലാവണമെങ്കിൽ നമ്മൾ അവർ കടന്നു ചെന്ന് അവരെ സ്നേഹിക്കാൻ പഠിക്കണം. ഇതേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഇത് നമ്മുടെ സ്നേഹമല്ല, ദൈവം നമുക്ക് തന്ന സ്നേഹം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതേ ഉള്ളൂ. ആ പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ അവിടെ ചെന്ന് പറയുമ്പോഴേ ദൈവത്തിൻ്റെ വചനം പറയുന്നതിന് തുല്യമാണ് നമ്മൾ ആ പ്രവർത്തിക്കുന്ന, അതിലും സാക്ഷിയായി മാറുന്നത്. അന്നേരം ആ വ്യക്തി എത്ര സ്നേഹം ഇല്ലാത്തവനാണെങ്കിലും കുറച്ച് സ്നേഹം കാണിക്കാതിരുന്നിട്ട് ആ വ്യക്തി പെട്ടെന്ന് നമ്മളോട് അടുക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ നമ്മൾ അനേക ദൈവദാസന്മാർ പറയും, ഞാൻ പറഞ്ഞതാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇത് പറയുന്നതിൻ്റെ കാര്യം, നമുക്ക് എങ്ങനെ ദൈവസന്നിധി പ്രവർത്തിക്കാൻ ഒക്കുമെന്നുള്ള നിങ്ങൾ ആരും എന്നെ ട്രസ്റ്റ് ചെയ്തില്ലല്ലോ, ഇല്ലെന്ന് ഇരുന്നോട്ട്, ഞാൻ പറയുന്ന ഒന്നും ഇഷ്ടമില്ലാന്ന് ഇരുന്നോട്ട്, അത് കണ്ട് ഞാൻ നിങ്ങളെ എല്ലാം ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അന്നേരം നമ്മൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അന്നേരം നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ റിസൾട്ട് വരത്തില്ല. അന്നേരം എൻ്റെ ഭാഗത്ത് എന്തെല്ലാം കറക്ഷൻ ഉണ്ടോ അതൊക്കെ ചെയ്യേണ്ടതാണ് എൻ്റെ ദൈവത്തിൻ്റെ ആദ്യത്തെ പടി. അതായത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഭാഗവും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഭാഗവും, ഇത് രണ്ടും ആ കൽപ്പനകളുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായിട്ടാണ്. ദൈവത്തെ അന്യദൈവം ഉണ്ടായാൽ ഇങ്ങനെ 4 കൽപ്പന, പിന്നെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം, ഇതെല്ലാം വന്നിട്ട് 6 കൽപ്പനകൾ വന്നിട്ട്. അന്നേരം ദൈവസഭയുടെ ഉദ്ദേശം, പൗലോസിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ നോക്കിയാൽ ഇത് രണ്ടും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് പൗലോസ് എല്ലാം പറയുന്നത്. എങ്ങനെയാണ് ദൈവസഭ കയറുന്നത്? നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:42 വായിച്ചോട്ടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അന്നേരം 4 കാര്യങ്ങൾ അവർ തിരുവചന സത്യങ്ങൾ പഠിപ്പിക്കുക, അതാ ഉപദേശം കേൾക്കുക എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണത്തിലോട്ട് വരുമ്പോൾ ദൈവജനത്തെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക. ഈ വചനം പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രമാണം അറിയാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അന്നേരം ഈ സത്യവചനം അവരെ പഠിപ്പിക്കുക. നമ്മൾ സ്നാനപ്പെടുന്നതിലും ഏറ്റവും വലിയ കാര്യം അവരെ ജീവിത കർത്താവിലേക്ക് നയിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലന്മാർ വന്ന് ഉപദേശം കൊടുത്തും പിന്നെ കൂട്ടായ്മ ആചരിച്ചു. ഈ കൂട്ടായ്മയിലാണ് ബലഹീനമായത്, ക്ഷീണിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ കർത്താവിലോട്ട് വളർത്തുവാൻ നമ്മളെ ആക്കാനുള്ള ഒരു സാഹചര്യം, സ്നേഹം തമ്മിൽ പകരാനുള്ള കാര്യങ്ങൾ. നമുക്കൊരാളോട് സ്നേഹം ഇല്ലെങ്കിൽ വലിയ പാടൊന്നുമില്ല. കാരണം നല്ലപോലെ സ്നേഹിക്കുന്നവർ ഒരു ദിവസം പോലും ടെലിഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലാതെ ഇരിക്കത്തില്ല. എന്നാൽ ഗ്യാപ്പ് അനുസരിച്ച് ഇവർ തമ്മിലുള്ള സ്നേഹത്തിന് വ്യത്യാസം വരുന്നത് കാണാം. അന്നേരം അങ്ങനെ ഇരിക്കുന്ന നാം ആരാധന വലുതാക്കിയാൽ അതിലല്ല വിടുതൽ. നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ട് ആരാധിക്കുന്നതാണ് ദൈവസന്നിധി വിടുതൽ എന്ന് പറയുന്നത്. അന്നേരം ആ തെറ്റുകളെ മനസ്സിലാക്കാതിരിക്കാൻ ശത്രു പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മുടെ മുമ്പിൽ കൊണ്ടു തരിക എന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ ഫോക്കസ് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അവനേക്കാളും ഞാൻ നല്ലതാണ്, അതുകൊണ്ട് ദൈവസന്നിധി വിശുദ്ധമാവുമോ, അതുകൊണ്ട് ദൈവസന്നിധി നമ്മൾ പ്രാഗൽഭ്യമുള്ളവരാവുമോ? ഇല്ല.
നമ്മൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് നോക്കാൻ പരിശോധിക്കാനുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് കർത്താവിലേക്ക് നടക്കുവാൻ, നമുക്ക് കുറവുറ്റങ്ങളെ അറിയണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ മതി. നമുക്കൊരു നന്മയും ഇല്ലെന്നുള്ളത് മനസ്സിലാവും. നമുക്കൊരു ഗുണവും ഇല്ല, ഒരു കാര്യവും പ്രശംസിക്കാനില്ലെന്നുള്ളത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ വേറെ എവിടെ ചെന്നാലും ചിലപ്പം ഉയർച്ചയും താഴ്ചയും ഒക്കെ വന്നെന്ന് പറഞ്ഞെന്നിരിക്കും. എന്നാലും നമ്മൾ ആ സത്യം മനസ്സിലാക്കി ദിവസം പ്രതി ദൈവവചനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുവാണെന്ന് മനസ്സിലാക്കണം. പിന്നെ തിരുവത്താഴം പങ്കുവെക്കുക. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതും കർത്താവിനോടുള്ള നമ്മുടെ കൂട്ടായ്മയും ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അന്നേരം അവിടെ തിരുവത്താഴം എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിരുവത്താഴം എടുക്കുമ്പോൾ പരസ്പരം ശോധന ചെയ്തിട്ട് വേണം ഇത് എടുക്കുവാൻ. ഇന്ന് ട്രഡീഷൻ ആയതുകൊണ്ട് അതൊന്നും ആരും സാധാരണ ചെയ്യാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം അത് എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ കാര്യത്തെ ഫുൾഫില്ലായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നേരം ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു കർത്തൃമേശ എടുക്കുമ്പോൾ കർത്താവ് നമുക്ക് ഇത് തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുമ്പം തന്നെ നമ്മൾ കയ്പുള്ളവരായിരിക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നേരം ആ മെസ്സേജിൽ നമ്മൾ കയ്പുള്ളവരായിരിക്കല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം യാഗത്തിന് പോകുമ്പോൾ നിന്നോട് ആരോടെങ്കിലും തോന്നിയാൽ അവിടെ യാഗവസ്തുവിനെ വെച്ചിട്ട് നീ പോയി അവനോട് നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിട്ട് വേണം ഇത് കഴിക്കാൻ. അന്നേരം ആ നിയമം ഇല്ലാതെ ദൈവത്തിന് പ്രസാദിക്കാൻ ഒക്കത്തില്ല. കായിന് യാഗം കഴിച്ചു, ഹാബേലും യാഗം കഴിച്ചു. പക്ഷെ നിയമം ഇല്ലെന്ന് ആൾക്കാർ പറയും. പക്ഷെ നിയമം ഉണ്ട്. രക്തത്താൽ മാത്രമേ യാഗത്തിന്, രക്തം ഇല്ലാത്ത യാഗമല്ല. അത് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ അതിൻ്റെ പൂർണ്ണതയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ വരുന്നത്. ആ പടി നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കുറേ നന്മ പ്രവൃത്തികൾ ചെയ്യുക, കർത്താവിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രസാദിപ്പിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ കർത്താവിലായി കഴിഞ്ഞു. നന്മ പ്രവൃത്തികൾ കൊണ്ടല്ല, വിശ്വാസത്താലാണ് ദൈവസന്നിധി വന്നത്. എന്നിട്ട് നന്മ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ലെന്ന് ഇരുന്നോട്ടെ. ആരെ കണ്ടാലും അസൂയയും വഴക്കും വയ്യാവലിയും കുറ്റം പറച്ചിലും ആണെങ്കിൽ ദൈവം പ്രസാദിക്കുമോ? ഈ രണ്ട് വശം ആണെങ്കിലും നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. എനിക്ക് അനേക തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, ദൈവസന്നിധിയിൽ ദൈവസഭകൾ തമ്മിൽ സ്നേഹിച്ച് മുന്നോട്ട് കൈത്താങ്ങൽ കൊടുത്ത് മുന്നോട്ട് പോകുന്ന കാണാനുള്ളൊരു ഭാഗ്യം തരണേ. സഭകൾ പിരിയേണ്ടത് ആവശ്യമാണ്. അനേക ഇടങ്ങളിൽ സഭകൾ ഉണ്ടാകേണ്ട ആവശ്യമാണ്. പക്ഷെ അടി ഉണ്ടാക്കിയല്ല പിരിയേണ്ടത്. ആ വളർച്ചയാകുമ്പോൾ നമ്മൾ മാറ്റിയെടുത്ത് അവരെ കൊണ്ടുപോകുന്ന, അവരെ ആക്കേണ്ടിയെടുത്താക്കി അവരെ കൈത്താങ്ങൽ കൊടുത്ത് അവരെ വളർത്താനാണ് നമ്മൾ നോക്കുന്നത്. നേരം ഒരിടത്ത് ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, എങ്ങനെയുണ്ട് ആരാധനയും കാര്യങ്ങളും എല്ലാം എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. അന്നേരം ഞാൻ ഈ ഓപ്പണായിട്ട് എല്ലാ മണ്ടത്തരങ്ങളും വിളിച്ചു പറയും. ഞാൻ മനസ്സ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. അന്നേരം ഞാൻ കഴിവതും അങ്ങ് ഒഴിഞ്ഞിട്ട് പറഞ്ഞു, അത് എങ്ങനെ ഉണ്ട് എന്നാലും രാജു പറ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അച്ഛൻ എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചു. അന്നേരം എനിക്കറിയാം അച്ഛൻ എത്ര പിള്ളേരുണ്ടെന്നുള്ളത് എനിക്കറിയാം. അന്നേരം അത് രണ്ട് പേരാ. അവരെവിടാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കല്യാണം കഴിപ്പിച്ചു വിട്ടു. കല്യാണം കഴിപ്പിച്ചു വിട്ടു. അച്ഛൻ അന്നേരം എന്തിനാ കല്യാണം കഴിപ്പിച്ചു വിട്ടത്? അച്ഛനുമായിട്ടുള്ള സ്നേഹത്തിൽ പിള്ളേരെ നഷ്ടപ്പെടുകയല്ലേ? അല്ല, കല്യാണം കഴിപ്പിച്ചു വിട്ടില്ലേ, അവർക്ക് ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഈ സ്റ്റേജിൽ എത്ര പാസ്റ്റർമാർ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ദൈവത്തെ ശുശ്രൂഷിക്കുവാനും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് ദൈവത്തിലേക്ക് അനേകരെ ആക്കുവാനുള്ള എല്ലാത്തിനെയും പിടിച്ച് നിരത്തി വെച്ചേക്കുക. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടാത്ത പോലെ നിങ്ങൾക്ക് സ്നേഹം കുറയുന്നു എന്ന് പറയുന്നെങ്കിൽ ഇവരെ ഇരുത്തിയേക്കുന്ന പോലെ സ്റ്റേജിൽ ഇരുത്തിയാൽ പോരെ, കല്യാണം കഴിച്ചു കൊടുക്കാതെ. മക്കൾ പ്രായമായാൽ അവരെ ആക്കേണ്ടിയെടുത്ത് ആക്കാൻ പഠിക്കണം.
നമ്മുടെ സ്വന്തം മക്കളോട് അത് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ദൈവസന്നിധി വരുന്ന ദൈവമക്കൾ വളർന്നു വരുമ്പോൾ, അവർ ശുശ്രൂഷയുടെ കാര്യങ്ങളെ ആയി വരുമ്പോൾ അവർക്ക് കൈത്താങ്ങൽ കൊടുത്തി അവരെ ആക്കേണ്ടിയെടുത്ത് ആക്കി കഴിഞ്ഞാൽ ഈ ദൈവവചനം ശരിയായിട്ട് പാർന്നു വരാനൊരുക്കും. ഈ വലിയ ക്രൂസൈഡുകളെക്കാളും എഫക്റ്റീവാണ് ദൈവമക്കൾ വളർന്നു വരുന്നതനുസരിച്ച് അവരെ ആക്കേണ്ടിയെടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന പോലെ ആക്കുന്നത്. 2, 4 ആവും, 4, 8 ആവും, ഇതാവും. ആ ഓരോ ആക്കേണ്ടിയെടുത്ത് ആക്കി കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രയാസവും കാണത്തില്ല. നാളെ ഒരു ദൈവദാസന് ഒരു പ്രയാസം വന്നാൽ തുറന്ന് എന്നോട് സംസാരിക്കാൻ പറ്റും. കാര്യം ഞാൻ ആ ആളിന് വിരോധിയല്ല. അങ്ങനെ നാം ദൈവവചനപ്രകാരം നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നെങ്കിൽ ഈ നാളുകളിൽ നടക്കുന്ന എല്ലാം മാറ്റാൻ പറ്റുമെന്നല്ല പറയുന്നത്. അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുകയോ ഇല്ലയോ എന്നുള്ള സാഹചര്യം വരുന്ന സമയങ്ങളാണ്. എന്നാൽ എല്ലാ സമയത്തും ദൈവത്തിൻ്റെ ഒരു ചെറിയ കൂട്ടത്തെ ദൈവം കാത്തു പരിപാലിക്കും. അത് ദൈവത്തിൻ്റെ കൂട്ടം കാത്തു പരിപാലിക്കുമെന്ന് പറയുമ്പോൾ വെറും ചാട്ടവും ബഹളവും അല്ല, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു കൂട്ടരാണ്. ആ വചനം അനുസരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തിലുള്ള ചിലരോട് ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല ആരാധനയായിരുന്നെന്ന് പറയും. ഞാൻ പറഞ്ഞു, എന്തോ ഈ നല്ല ആരാധന എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, ഇന്ന് ആത്മാവിൽ നല്ലപോലെ അങ്ങ് ആരാധിക്കാൻ പറ്റി, അതുകൊണ്ട് വേർത്തന്നെ. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ ഭ്രാന്തനാന്ന് പറയും, എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് കുഴപ്പമാണെന്ന് പറയും. ആത്മാവിൽ ആരാധിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മപൂർണനായിട്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ്. പത്രോസും യോഹന്നാനോട് അവിടെ ദേവാലയത്തിൽ കടന്നു പോയാണ്. അവർ ആത്മപൂർണനായിട്ട് അവനെ ഉറ്റുനോക്കിയെന്നാണ് പറഞ്ഞത്. ഉറ്റുനോക്കിയിട്ട് ഞങ്ങളുടെ പൊന്നും വെളിയും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആത്മപൂർണനാകാതെ നീ എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ എഴുന്നേക്കാനൊന്നും നോക്കത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ഹിതം അവരെ നടത്തുന്ന അത് ആത്മപൂർണനായി കഴിയുമ്പോൾ, അന്യഭാഷ സംസാരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അന്നേരം അവരുടെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിച്ചത്. അന്യഭാഷയല്ല അവരുടെ മേൽ വന്നത്, ആത്മാവ് അവരുടെ മേൽ വന്നത്. അന്നേരം ഇതില്ലെന്നല്ല, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി, ആത്മാവിൽ പാടാനും എനിക്കറിയാം, ദൈവം കൃപ തന്നിട്ടുണ്ട്. എന്നാൽ നാം ആത്മപൂർണനാകുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന കരങ്ങളിൽ കൊടുത്തിട്ട് ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നോ അതേ വൃത്തി ചെയ്യുന്നതാണ് ആത്മപൂർണൻ്റെ സ്വഭാവത്തിൽപ്പെട്ടത്. അത് നൃത്തം ചെയ്യാനാന്നേ നൃത്തം ചെയ്യാം, വിടുതലാന്നേ വിടുതൽ ചെയ്യാം, അന്യഭാഷയിൽ ആരാധിക്കാനാന്നേ ആരാധിക്കാം. പക്ഷേ ഈ അന്യഭാഷയും ഇതൊന്നും എക്സസൈസിനുള്ള പ്രമാണങ്ങളല്ല സ്വർഗത്തിൽ നിന്ന് തരുന്നത്. ഇത് നമ്മുടെ ശരീര ആരോഗ്യത്തിന് ഇത് ഈ ക്ലബ്ബിൽ പോകുന്ന കാര്യത്തിനല്ല നമ്മുടെ ഇത് തരുന്നത്. ഈ ജഡീക കാര്യത്തിനല്ല വരുന്നത്, ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ തരുന്ന കാര്യങ്ങളാണ്. അന്നേരം ആത്മീയ കാര്യങ്ങളല്ലാത്ത നിങ്ങളുടെ ശരീരത്തിന് ചെയ്യേണ്ടി നിങ്ങൾ പുറത്ത് പോയി ചെയ്തോണം. ഈ എക്സസൈസിനായിട്ട് ചർച്ച വരല്ലെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പിന്നെ വായിച്ചോട്ടെ, അതിൻ്റെ ബാക്കി വായിച്ചോട്ടെ. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന്. ഇനി എഫെസ്യ ലേഖനം 4:14 വായിച്ചോട്ടെ. എഫെസ്യ ലേഖനം 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാവും. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം നമ്മൾ സകലത്തിലും വളരാനാ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. അന്നേരം
നമ്മൾ ആ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച് നോക്കി. നമുക്കിപ്പം ചതിയാലും ഒരു മാനുഷികമായിട്ട് ഒരു ചില കാര്യങ്ങളുണ്ടാക്കി ആൾക്കാരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുകൊടുക്കുന്ന ദൈവദാസന്മാർ ദൈവഹിതപ്രകാരമുള്ളത് മാത്രം നടന്നാൽ മതി എന്നുള്ളതാണ് അവർക്ക് ആഗ്രഹം. അന്നേരം ആ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിസൾട്ട് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് കാണാം. പക്ഷേ അവർ പോകുമ്പോൾ ഉപദേശങ്ങളാലും ഒരിടത്തു നിന്ന് വന്ന് അത്ഭുതവും അടയാളങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ എന്തെങ്കിലും വിരോധമായിട്ട് ചെയ്യുന്നെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ അതവർ സ്വീകരിക്കത്തില്ല. ദൈവവചനം പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിടുതലും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവർ തെറ്റിപ്പോവാൻ ചാൻസ് വരുന്നത്. എന്നാൽ അത്ഭുതം അടയാളങ്ങളും എന്തിനാണ് ദൈവം ചെയ്യുന്നത്? വചനത്തെ ഉറപ്പിക്കാനാണ് ചെയ്തത്. ഈ വചനത്തെ ഉറപ്പിക്കുന്ന ഇവർ പറഞ്ഞ വചനം എൻ്റേതാണെന്നും ആ വചനത്തിന് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നും ആ ഉറപ്പിക്കാനാണ് പറഞ്ഞത്. അത് മാറിപ്പോകുന്ന ഈ പരിജ്ഞാനം നമ്മൾ ജനങ്ങൾക്ക്, അതായത് ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തില്ല എങ്കിൽ അവർ ചതിയാൽ മാറിപ്പോകാൻ ഇടയുണ്ട്. എന്നിട്ട് ഞാൻ പ്രവൃത്തി എഫേസ്യർ തന്നെ വായിച്ചോട്ടെ. എഫേസ്യർ 4:14 ചതിയാലും അതിൻ്റെ ബാക്കി വായിച്ചോട്ടെ. സ്നേഹത്തിൽ ശരീരം മുഴുവനും 15-ാമത്തെ വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാവും. 16 ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. കർത്താവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നെങ്കിലും ഞാനല്ല ചെയ്യുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ ഓർഡർ തന്നിട്ടാണ് ചെയ്യുന്നത്. അന്നേരം കാലല്ല കൈയുടെ നേതാവ്. കാലിന് പ്രത്യേകത, കാലും കൈയും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. അന്നേരം ഞാൻ വേറൊരാളെക്കാൾ ഉയർന്നവനുമല്ല, ഞാൻ താണവനുമല്ല. കാര്യം എന്നിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണോ വലുത്, അല്ലെ ഈ ദൈവദാസനിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണോ വലുത്? ഇത് ദൈവത്തിൻ്റെ ആണോ? ഇത് രണ്ടും ഒന്നാ. ഇനി എൻ്റെ ആത്മാവാണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ആത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ഈ ശണ്ട വരേണ്ട കാര്യം ഇല്ല. അന്നേരം ഒരു ദൈവദാസൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും, കൈത്താങ്ങൽ കൊടുക്കുവാൻ ഇടയായിത്തീരും, തെറ്റിനെ തിരുത്തുവാൻ എനിക്കിടയായിത്തീരും. തെറ്റ് ഒരു ഏത് ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റത്തില്ലെന്ന് ആരും പറഞ്ഞു കളയല്ലേ. കാര്യം നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ ഏത് സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയില്ല. ചില സമയത്ത് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറിയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഹൗവ പോയോല് നമ്മൾ ചില ഈ നന്മതിന്മയുള്ള വൃക്ഷത്തിൻ്റെ ചൂട്ടിക്കൂടി കറങ്ങുന്ന സമയങ്ങളുണ്ട്. അന്നേരം ആ പിശാച് നമ്മളോട് വന്ന് കുശലപ്രശ്നം ചെയ്യുന്നത്. അന്നേരം രണ്ട് കൂട്ടരുണ്ടെങ്കിൽ, രണ്ടുപേരുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ എന്നിട്ട് അരുതെന്ന് പറയും. അന്നേരം രണ്ടുപേരെ ആക്കി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരാൾ വീക്കാകുമ്പോൾ ഒരാൾ ശക്തനായിരിക്കും. രണ്ടാമത്തെ കാര്യം, വൺ മാൻ ഷോ നടക്കത്തില്ല. ഞാൻ പറയുന്നതെല്ലാം ചെയ്തണമെന്നുള്ളത് നടക്കത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളെ എല്ലാം ഇവിടെ കൂട്ടി വരുത്തിയേക്കുന്നത്. എനിക്കറിയാൻ വയ്യാത്ത അനേക മർമ്മങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങൾ എനിക്കറിയാം. ഇത് നമ്മൾ തമ്മിൽ ഐക്യത വരുമ്പോൾ ഇതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആകത്തുള്ളൂ. അന്നേരം ആ ദൈവവചനം നമ്മൾ ഗ്രഹിച്ചിട്ട് ശത്രു ഇതിനെ തകർക്കാനാണ് നോക്കുന്നത്. കാര്യം നമ്മളിലുള്ള ദൈവശക്തി എല്ലാം ഒന്നിച്ചു വന്നിട്ട് ദൈവത്തിൻ്റെ നാമം ഈ ദേശത്ത് ഉയരാതിരിക്കാൻ വേണ്ടി നമ്മളെ മാറ്റിക്കളയുന്ന, ഭിന്നിപ്പിക്കുന്ന പിശാചിൻ്റെ ആത്മാവാണ് ഈ പ്രവർത്തിച്ചു വരുന്നത്. നമ്മൾ സ്വയമായിട്ട് പ്രവർത്തിക്കുന്നതല്ല. നന്മ ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടായിട്ടും തിന്മയെന്നൊരു പ്രമാണം എൻ്റെ പക്കലുള്ളതുകൊണ്ട് ആ തിന്മയെന്ന പ്രമാണം ഞാൻ ഇതിൽ നീങ്ങുമ്പോൾ പിശാച് അത് മനസ്സിലാക്കി
എന്നിൽ കൂടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് എല്ലാം കൂടി ഒരു ചർച്ച ആണോന്നല്ല ഞാൻ പറഞ്ഞത്, ഒറ്റയിടത്തുമല്ല, സത്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റുമോ? അത് എൻ്റെ ട്രഡീഷൻ അതായതുകൊണ്ടല്ല, ഞാൻ പെന്തക്കോസിൽ നിന്ന് വന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് നിർബന്ധമൊന്നുമില്ല. സത്യത്തിന് വേണ്ടി അവിടെ തെറ്റ് കണ്ടാലും എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? ഒരിക്കലും ഒരാൾ പറഞ്ഞു ഇന്ന കാര്യം പറഞ്ഞാലും അവരൊക്കെ വല്യപ്പച്ചന്മാരിൽ നിന്ന് കണ്ടൊക്കെ അല്ലേ പഠിച്ചത്. ഞാൻ പറഞ്ഞു വല്യപ്പച്ചനിൽ നിന്ന് കണ്ടു പഠിച്ചാലും കൊള്ളാം, ഇനി ഏത് കണ്ടു പഠിച്ചാലും ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ അവരുടെ സമുദായം വിട്ടും പലതും ഭാര്യയും ഭർത്താവിനെയും നഷ്ടമാക്കിയിട്ടാണ് ഇതിൻ്റെ മധ്യ വന്നിരിക്കുന്നത്. ഈ പെന്തക്കോസിലുള്ള കുറേ എൻ്റെ കൂട്ടുള്ള കുറേ പേരും യാതൊന്നും നഷ്ടമൊന്നും വന്നിട്ടില്ല. സത്യത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ തമ്പുരാൻ്റെ അടി മേടിക്കും. തമ്പുരാൻ്റെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യത. ദൈവദാസൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു, ആ ഒരു കാര്യം ദൈവസന്നിധിയിൽ നമ്മൾ ഒരു സമയത്ത് നിൽക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു. നമുക്ക് ആ സുബോധം, ദൈവം ആരാണ്, ഈ വലിയ ദൈവത്തെ നമ്മൾ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാവിനെ ഭയപ്പെടുന്നതിന് തുല്യമായിട്ട് നമുക്ക് ഭയപ്പെടാൻ പറ്റുമോ? ആ ഭയത്തിൽ വരുമ്പോൾ ഈ ദൈവവചനം അനുസരിക്കാൻ നമ്മൾ പഠിക്കും. ഈ ദൈവവചനം അനുസരിക്കാതെ ഇനി എന്തെല്ലാം കാഴ്ച നിങ്ങൾ കാണിച്ചാലും ദൈവപ്രമാണത്തിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നിട്ട് താഴോട്ട് വായിച്ചാലും ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിനൊത്തോണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. എങ്ങനെയാ? നമ്മളിൽ നിന്ന് വളർച്ച പ്രാപിക്കണമെന്നല്ല, കർത്താവിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. അത് നമ്മൾ വളരെ എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ വചനം, കർത്താവിനാൽ നാം മതിലുകൾ ചാടിക്കിടക്കും, കർത്താവിനാൽ നാം ശത്രുവിൻ്റെ മേൽ ജയമെടുക്കും. അന്നേരം നമ്മളല്ല നമ്മുടെ ശക്തി കൊണ്ട് ഈ ലോകത്തിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഏത് കാര്യവും ഡിപ്പെൻഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ആ പടിയിൽ ഇന്ന് നമ്മൾ കർത്താവിനെ ഉയർത്തേണ്ടത് എങ്ങനെയെന്ന് പലരും ചോദിക്കുമായിരിക്കും. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ആ മനുഷ്യപുത്രൻ ഉയർത്തെന്ന് പറയുമ്പോൾ നമ്മളിൽ ആ മനുഷ്യപുത്രൻ വളരുന്നതനുസരിച്ച് കാണുമ്പോഴാണ് ദൈവസന്നിധിയിൽ അനേകർ കാണാൻ പോകുന്നത്. നമ്മളിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ, നമ്മളിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളില്ല എങ്കിൽ, ഈ പ്രാർത്ഥന പഠിക്കുമ്പോൾ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണേ. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുക? എന്നിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. എന്നിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന പോലെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരിൽ കൂടെ. ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നത്, എങ്ങനെ സത്യത്തിന് വേണ്ടി ആര് നിലനിന്നാലും ഒരു പ്രൈസ് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ചിലർക്കൊന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും ഏതെല്ലാം രീതിയിലുള്ള പ്രൈസുകൾ കൊടുക്കേണ്ടി വരും. കാര്യം ശത്രു അതിനെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. ശത്രുവിൻ്റെ ചാർജ് തെറ്റിക്കിടക്കുന്നവരെയല്ല, ദൈവസന്നിധിയിൽ നിവർന്ന് നിൽക്കുന്നവരെയാണ് ശത്രു എപ്പോഴും നോട്ടിടുന്നത്. അന്നേരം നാം ദൈവത്തിൻ്റെ ആ ആലോചനകളാൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളാൽ നമ്മൾ ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ ഇത് തമ്മിൽ വിഘടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത വാക്യം റോമർ 12:1 വായിച്ചോട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അന്നേരം സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട്. നമ്മുടെ മാനുഷ്യ ബുദ്ധിയുടെ കാര്യമല്ല പറയുന്നത്. ദൈവം ഇട്ടേക്കുന്ന ആരാധനയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അതാ ബുദ്ധിയുള്ള ആരാധന. അത് മാനുഷിക ബുദ്ധിയല്ല.
ദൈവത്തിന് നമ്മളോട് വസിക്കാൻ ദൈവം കാത്തിരിക്കുക. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ, ഞാൻ നിങ്ങളിൽ ഇരിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്ന, നമ്മളതൊന്നും അറിയുന്നില്ല. അന്നേരം ദൈവത്തിന് വസിക്കാൻ കഴിയുന്ന പാത്രങ്ങളായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കുകയും നാം ദൈവത്തിൽ വസിക്കുകയും ചെയ്യും. അന്നേരം ആ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളെ ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായിത്തീരും. അന്നേരം ആരാധന ബുദ്ധിയുള്ളതായിത്തീരണമെങ്കിൽ നമ്മളെ ജീവനും വിശുദ്ധിയുള്ള ആയിട്ട് നമ്മളെ കാത്തു നോക്കണം. അതാ നമ്മുടെ വാഴുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേൽ വാഴണം, ഇതിനെ സൂക്ഷിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ലോകത്തിലെ $1 മില്യൺ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ വില കൊടുത്താണ് നമ്മളെ മേടിച്ചേക്കുന്നത്. ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ നോക്കിയാൽ നമുക്കൊരു വിടുതൽ തരാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത്, പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് കടന്നു ചെല്ലാൻ കർത്താവിൻ്റെ ഒരു വിശുദ്ധനായ ഒരു അശുദ്ധിയും ഒരു തെറ്റും ചെയ്യാത്ത കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് ഇത് നമുക്ക് നേടിത്തന്നിട്ട് നിങ്ങൾ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിൻ്റെ യാഗമായിട്ട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്തുവാണെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ സ്വരമേൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നിട്ട് നമ്മളെ നടത്തും. ഇതാ വിശ്വാസം നമ്മൾ അറിയാം. നമ്മൾ ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞു വരുന്ന പോലെ പനി മാറുന്നതും രോഗം മാറുന്നതുമല്ല, നമ്മുടെ ജഡത്തിലുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളുടെ മേലും ജയം നേടിയിട്ട് ദൈവം നമ്മളിൽ വസിക്കാനും നാം ദൈവത്തിൽ വസിക്കാനും ദൈവഹിതങ്ങളെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാനും ഇതാ വിടുതൽ എന്ന് പറയുന്നത്. ആ വിടുതലിനായിട്ടാണ് ദൈവം ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുന്നത്. ദൈവം പിശാചിനെ തോൽപ്പിച്ചു കഴിഞ്ഞു. തൻ്റെ സഭയാകുന്ന സഭയ്ക്ക് സകല അധികാരവും കൊടുത്ത് ദൈവം ഭൂമിയിലാക്കിയേക്കുക. പക്ഷേ ഈ സകല അധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ആഭിചാരം ഒന്നും ദൈവഭവനത്തിൽ ഫലിക്കയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവഗ്രഹമാണെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി നടന്നു കഴിഞ്ഞാൽ ഒരു ആഭിചാരവും നിന്നെ ബാധിക്കത്തില്ല. പക്ഷേ നീ ദൈവസന്നിധി നടക്കാതെ ഇഷ്ടം പോലെ നടന്നിട്ട് ഞാനും ദൈവസന്നിധി സ്നാനപ്പെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭിചാരം മുഴുവൻ ഫലിക്കും. അന്നേരം നാം ദൈവസന്നിധി ജീവിക്കേണ്ട പോലെ ജീവിക്കുന്നില്ല എങ്കിൽ ദൈവസഭയുടെ ആഴം എനിക്കൊരു ആത്മീയ വർധന വരുത്താൻ മറ്റുള്ളവർക്ക് കഴിയണമെങ്കിൽ ഞാൻ എന്നെ തന്നെ സൂക്ഷിപ്പാൻ ബാധ്യസ്ഥനാണ്. ആ ബാധ്യസ്ഥനായിരിക്കുന്ന ഞാൻ ദൈവസന്നിധി വരുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് മനസ്സിലാക്കാനാണ് അതിൽ നിന്നാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചത്. അന്നേരം ഇത് ഗൾഫിലായിരുന്ന സമയത്ത് എന്നോട് ദൈവത്തിൻ്റെ ആത്മാ, ഞാൻ അന്നേരം ഒരുവിധം ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പെന്തക്കോസ്തിൽ തന്നെ ആയിരുന്നിലും എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നിലും കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എവിടെ ചെന്നാലും നല്ല ജോലിയും പണങ്ങളും ഉണ്ട്. അന്നേരം ഇതെല്ലാം പിശാചാതിരുന്നെന്നുള്ള ഐഡിയ എനിക്കില്ലായിരുന്നു. കാര്യം ദൈവം തെറ്റിലേക്ക് നടത്താൻ നമുക്ക് ഒരു നന്മയും തരത്തില്ല. തെറ്റിലേക്ക് നടത്താൻ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. അന്നേരം ആ സമയത്ത് എന്നോട് ദൈവം ഇടപെട്ടു. ഞാൻ റൂമിൽ കിടക്കുമ്പോൾ, നീ എൻ്റെ സന്നിധിയിൽ എപ്പം വരും? അന്നേരം ഞാൻ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കള്ളന്മാരോട് പോകാൻ ഞാനില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കട്ടിലെ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഈ കള്ളന്മാരോട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇവർക്കെല്ലാം കട്ട് ചെയ്യും, എന്നിട്ട് ദൈവത്തെ ആരാധിക്കും മാന്യന്മാരോട്ട്. കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ ശബ്ദം ഉണ്ടായി കഴിഞ്ഞോടെ പറഞ്ഞു, കർത്താവേ, എനിക്ക് കർത്താവാണെന്നും ദൈവമാണെന്നും ഒന്നും അറിയത്തില്ല, അങ്ങ് പറയുക ഞാൻ ഈ കള്ളന്മാരോട് ഞാനില്ലെന്നല്ലേ പറഞ്ഞു. അന്നേരം എന്നോട് ഹൃദയത്തിൽ ഒരു സൗണ്ട് ഉണ്ടായി, അന്നേരം നിനക്ക് സത്യം അറിയാമല്ലേ? നമ്മൾ ഇവിടെ കാണിക്കുന്ന എല്ലാം കള്ളന്മാരാ കള്ളത്തരവാന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ സത്യം അറിയാം. ഈ സത്യം അറിയാവുന്നവന് കള്ളത്തരത്തെ പോയിന്റ് ചെയ്തുകൊണ്ട് അന്നേരം ഞാൻ ഈ കട്ടിലിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്നു. കാര്യം പേടിച്ചു പോയി.
കട്ടിലേൽ നിന്ന് ഇറങ്ങി ഞാൻ താഴെ ഇരുന്നു. അന്നേരം കട്ടിലേൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്നു. കാര്യം അന്നേരം എൻ്റെ ഹൃദയത്തിലോട്ട് ആഴമായിട്ട് ആ വചനം ചെന്നു. സത്യമല്ലയോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധി കരഞ്ഞു, കർത്താവേ, ഞാനിനി ആഗ്രഹിച്ചാലും നിൻ്റെ സന്നിധി വരാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ അതുപോലുള്ള പാപത്തിലാണ് ജീവിക്കുന്നത്. കാര്യം ദൈവവചനം മനസ്സിലാക്കിയ ഞാൻ, ദൈവം എന്നെ നടത്തിയ ഞാൻ തെറ്റിലേക്ക് പോയിരിക്കുമ്പോൾ ദൈവത്തോട് അടുക്കാൻ വയ്യാത്ത ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. ഇതായിരുന്നു സത്യം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടോണ്ടേ ഞാൻ ഇറങ്ങി പറഞ്ഞു, കർത്താവേ, എനിക്കൊരു വിടുതൽ തരാമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സേവിക്കാം. എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. കാരണം ഈ പാപത്തിൽ നിന്നുകൊണ്ട് നിന്നെ സേവിക്കാൻ ഒക്കത്തില്ലെന്ന് ദൈവവചനമാണ്. അന്നേരം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആരുമില്ല റൂമിൽ, ഒരു കുഞ്ഞുമില്ല. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു തന്നെ പെട്ടെന്ന് ഒരു വേർക്ക് കാര്യങ്ങൾ വന്നു. എനിക്ക് ആ റൂമിൽ ഇരിക്കാൻ പോലും വയ്യ, അവിടുത്തെ സ്മെല്ലും കൊണ്ട്. ക്ലീനാക്കി നോക്കി, എന്നാലും ഇരിക്കാൻ വയ്യ. പിന്നെ ഒരു രീതിയിൽ ഒരു കാര്യങ്ങൾ തന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം അന്ന് ഉണ്ടായിരുന്ന പാപങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാണ്. അന്നെടുത്ത ഒരു തീരുമാനങ്ങളിൽ, എനിക്ക് കിട്ടിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത തീരുമാനങ്ങളുണ്ട്, കർത്താവെ, ഞാൻ മോഹപക്ഷം കാണിക്കാൻ ഇടവരുത്. സത്യം സംസാരിക്കാൻ എന്ത് ഛേദം വന്നാലും അത് എനിക്ക് ഒരു കാര്യവും എനിക്ക് അനുകൂലമല്ലെങ്കിലും സത്യം സംസാരിക്കാൻ എനിക്ക് കൃപ തരണം. സത്യത്തിലോട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരെ എനിക്ക് കൂട്ടായ്മ തരണം. ദൈവത്തിൻ്റെ വചനം ഫുൾഫില്ലാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റും ഒരു വലിയ ഒരു കൂട്ട് അതായത് സഭയുമുണ്ട്. അന്നേരം ആ പ്രമാണങ്ങളെല്ലാം പൂർത്തീകരിച്ച് കണ്ടിട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റേത്. കാര്യം നമ്മൾ അനേക കാര്യങ്ങൾ പറയുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പറ്റിയ പോലെ നമ്മൾ പാപത്തിൽ ഇരുന്നുകൊണ്ട് പാപത്തിലുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാൽ പാപം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്, തെറ്റ് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കുറ്റം പറച്ചിലായിത്തീരും. നാം നല്ല സ്റ്റെപ്പ്, ഇപ്പം ദൈവദാസന്മാരായിരിക്കുന്ന നമ്മൾ ഈ മറ്റ് ചിന്തകളെല്ലാം മാറ്റിയിട്ട്, എൻ്റെ ആഗ്രഹത്തിൽപ്പെട്ട കാര്യമാണ് ഞാനത് പറയുന്നത്. അത് നിങ്ങൾ വേറെ രീതിയിലെടുക്കരുത്. ദൈവത്തെ സേവിക്കാൻ നമ്മുടെ ഈ പല കാര്യങ്ങളും നമ്മൾ ഈ കൊണ്ടിടുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട്, കർത്താവേ, എനിക്ക് സത്യത്തിൽ ജീവിക്കണം, സത്യത്തിൽ നടക്കണമെന്ന് പറഞ്ഞാൽ നോഹയെ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. സകലവും എതിരായിരുന്നപ്പോൾ, ലോകം എതിരായിരുന്നപ്പോൾ, ലോകത്തിൽ ഒരു വിശുദ്ധനും ഇല്ലായിരുന്നപ്പോൾ നോഹയെ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഏലിയാവിനെ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോസ്തലന്മാരെ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. അന്നേരം ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എത്ര പ്രതികൂലം വന്നാലും, എത്ര കാര്യം വന്നാലും അതിൽ കൂടെ നമ്മളെ പൊന്നുപോലെ നടത്തി കൊണ്ടുവന്ന് അപ്പുറത്താക്കുന്ന ദൈവമാണ്. അന്നേരം ആ ആശ്രയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരണം. എന്നിട്ട് വിശുദ്ധി അടുത്ത വാക്യം വായിച്ചോട്ടെ. ഭാവിക്കേണ്ടതിന് മീതെ 3-ാം വാക്യം, എഫെസ്യർ റോമർ 12. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ ദൈവം നമുക്ക് പൗലോസിൻ്റെ ജോലിയല്ല നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. പൗലോസിൻ്റെ ജോലി പൗലോസിനെ ഏൽപ്പിച്ചു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവസന്നിധിയിൽ. അത് മാത്രം ചെയ്യാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ഈ ശണ്ടയും പിണക്കും വൈരാഗ്യവും ഇപ്പം ഒരാൾ ചെയ്യുന്നത് കണ്ട് എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദൈവഹിതം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അന്നേരം അവിടെ എനിക്ക് വാശിയും വൈരാഗ്യവും തോന്നുക. എന്നാൽ ദൈവഹിതം ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നു, ആർക്ക് കിട്ടുന്നു പ്രതിഫലം വിശ്വസനായിരിക്കുന്നവർക്കല്ലേ. കൂടുതൽ കിട്ടിയവർക്ക് ചിലപ്പം പ്രതിഫലം കുറയാനാണ് ഞാൻ നോക്കിയിട്ട് സയൻസ്. കാര്യം അവർക്കത് ചെയ്തില്ലെങ്കിൽ അത് അത്രയും കുറവ് വരും. എന്നാൽ കുറവ് കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. രണ്ട് താലന്തേ ഉള്ളെങ്കിൽ 2 താലന്ത് വ്യാപാരം ചെയ്താൽ മതിയല്ലോ.
4 താലന്തുണ്ടെങ്കിൽ 4ഉം വ്യാപാരം ചെയ്തില്ല, ഞാൻ വിശ്വസ്തനാകുന്നില്ല. ഞാൻ ആ രീതിയിൽ നിങ്ങൾ ചെറുത് ആഗ്രഹിക്കണമെന്നല്ല പറഞ്ഞത്. നമ്മളെ ദൈവം ഏൽപ്പിച്ചത് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതെന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിയാനുള്ള ആഗ്രഹം വളർന്നു വരുമ്പോൾ ദൈവസന്നിധി നമ്മൾ ചോദിക്കാൻ തുടങ്ങും. ദൈവസന്നിധി നമ്മൾ അതിനുവേണ്ടി ഉപവസിക്കാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഈ ദൈവസഭ ആകണ്ടി പോലാകുന്ന ഈ രീതിയിലാണ്. അന്നേരം നമുക്കറിയാം, നമുക്കൊരു പൈതലിനോ നമുക്ക് അസുഖമോ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നാൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നല്ലപോലെ അറിയാവുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം രൂപത്തിൽ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആകാത്ത നമ്മളെ കണ്ടുകൊണ്ട് ഇതാക്കാൻ എത്രമാത്രം നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഹിതമാകുന്ന ആത്മീയ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ആ പ്രമാണത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ അതിലേക്ക് അന്നേരം നമുക്ക് സുബോധം വേണം. കർത്താവേ, എന്നെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതെല്ലാം കൂടി ചിലപ്പം വെളിപ്പെടുത്തി തരുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ചെയ്യേണ്ടത് ചെയ്യാനുള്ളത് ദൈവം ഒന്നി വെളിപ്പെടുത്തി തരും, അല്ലെ ആ സമയത്ത് ദൈവം കൃപ നൽകും. ഞാൻ ആ വിശ്വാസം എനിക്ക് വളരെ വേണം. വിശ്വാസം ഇല്ലാതിരുന്നാൽ ഞാൻ പിന്നെ ഒരു ഉദാഹരണം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ മരുഭൂമി കൊണ്ടുവന്നുടനെ അഗ്നിസമ്പത്താലും മേഘസമ്പത്താലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. ഇതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നെ, പിശാച് വരുത്തിയതല്ല, അവർക്ക് വെള്ളമില്ലാതാക്കി. ദൈവം അവരെ പരീക്ഷിച്ചതാണ്. വെള്ളമില്ലാതാക്കിയാണ് അവർ വെള്ളം തപ്പി നടന്നു. വല്ല തെറ്റുണ്ടോ? നമ്മളാന്നേ വെള്ളം തപ്പി നടക്കുകയല്ല, വേറെ വല്ലതും പല കാര്യങ്ങളും അവർ ചെയ്യും. എന്നാൽ അവർ വെള്ളം തപ്പി നടന്നു. പക്ഷെ ദൈവം അവിടെ ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ഇവരെ നടത്തിയ എന്നോട് വന്ന ഒരു കാര്യം അവർ ചോദിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൽ ജീവിക്കാനുള്ള കൃപകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ നമുക്കറിയാം. സത്യത്തിൽ ജീവിക്കണമെന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം ആഗ്രഹമുണ്ട്. നമുക്ക് തമ്മിൽ കൂട്ടായ്മ ആവശ്യമാണ്, നമ്മൾ തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. പക്ഷേ അതിലും അത്യാവശ്യമാണ് ദൈവസന്നിധി ഇരിക്കേണ്ടത്. ദൈവസന്നിധി നിങ്ങൾ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് മാനുഷിക സ്നേഹമാണ്. അതിനകത്ത് ആത്മീയമാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം അല്ലാത്തതുകൊണ്ട് അതിനകത്ത് അതായത് എൻ്റെ തോട്ട്സിൽ ചില കാര്യങ്ങൾ ദോഷമായത് അടങ്ങിയിട്ടുണ്ട്. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവിലാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചത് മാത്രം ചെയ്യാനേ ഞാൻ തുനിയത്തുള്ളൂ. വേറൊരു ദൈവദാസനെ എൻ്റെ കൂടെ ആക്കിയാൽ ആ ആൾക്ക് കരം കൊടുക്കാൻ എനിക്കൊരു പ്രയാസവും തോന്നത്തില്ല. അങ്ങനെ ദൈവപ്രമാണത്തിലോട്ടാകാതെ നമ്മൾ ഏതെല്ലാം രീതി നോക്കിയാലും ദൈവപ്രമാണത്തിൽ ഒരു ജനത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ദൈവവചനപ്രകാരം. എന്നിട്ട് വായിച്ചോട്ടെ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന അകത്തെല്ലാ അവയവങ്ങളും ഓരോന്നുണ്ട്, കാണാത്ത അവയവങ്ങളുമുണ്ട്. ഇതെല്ലാം ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഈ ശരീരത്തിന് വേണ്ടിയും ഈ തല പറയുന്നതനുസരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ കർത്താവായ യേശുക്രിസ്തു തലയായിരിക്കുന്ന കാര്യത്തിൽ ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഈ ഓർഡർ മുഴുവൻ കിട്ടുന്ന തലേന്നാന്ന് പറഞ്ഞ പോലെ കർത്താവിൽ നിന്ന് നമുക്ക് ദൈവവചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിൽ ജീവിക്കാൻ എളുപ്പമാണ്. ആ ദൈവവചനത്തിൽ നമ്മൾ വെളിപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്കില്ലെന്ന് പറയാം, സമയം സ്പെൻഡ് ചെയ്യാനില്ലെന്ന് പറയാം, പല കാര്യങ്ങൾ പറയാം. പക്ഷെങ്കിൽ നമുക്ക് 10 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. അന്നേരം ശരീരം ഒന്ന് ക്ഷീണിക്കുമെന്ന് പറഞ്ഞ് ദൈവസന്നിധി വരുമ്പോൾ കിടന്നുറങ്ങുന്ന പലപ്പോഴും പണ്ട് അവസ്ഥകളുണ്ടായിരുന്നു. അതെല്ലാം പാപമായിരുന്നു.
ഞാൻ പറയുന്ന അത് നിസ്സാരമായിട്ട് നമ്മൾ വിടരുത്. കാര്യം എനിക്ക് കഴിക്കാൻ സമയമുണ്ട്, ജോലി ചെയ്യാൻ സമയമുണ്ട്, ലോകത്തിലെ എല്ലാ കാര്യത്തിനും സമയമുണ്ട്, പക്ഷെ ദൈവമായിട്ട് ഇരിക്കാൻ സമയമില്ല. വലിയ പാപം എന്തുവാ? നമ്മൾ സത്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധി ഇരിക്കാനും പഠിക്കാനും പഠിക്കണം. അത് മറ്റുള്ളവരെ കാണിക്കാനല്ല, മറ്റുള്ളവർ അറിയാനല്ല. കാര്യം ദൈവസന്നിധി ഇരിക്കാതെ ഈ പ്രവൃത്തി ചെയ്യാൻ ഒക്കത്തില്ലെന്ന് ദൈവം എഴുതിയിരിക്കുന്ന വചനത്തെ ഉറപ്പിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളാൽ കഴിയത്തില്ലെന്ന് എല്ലാവരും പറയും, പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നത്. അന്നേരം വചനത്തിന് വിരോധമായിട്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ചെയ്യുന്നത്. നമ്മളാൽ കഴിയത്തില്ലെങ്കിൽ കഴിയുന്ന ഒരാളെ നമ്മൾ വിളിച്ചോണ്ട് പോകും. ആ പ്രമാണത്തിലോട്ടായിരിക്കണം. അന്നേരം പല അവയവങ്ങൾക്കൊന്നും പ്രവൃത്തി ഒന്ന് തന്നെ അല്ലതാണ്. ആ പ്രവൃത്തി ഒന്ന് തന്നെ അല്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പൂർണ്ണഹിതം. അല്ലാതെ നമ്മളെ ഈ ലോകത്തിൽ വലിയവനാക്കുക എന്നുള്ളതല്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നെ അയച്ചിട്ട് നമ്മളെ അതായത് ഒരുക്കിയെടുക്കുന്നത്. അന്നേരം നമ്മൾ ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി ജീവിച്ചില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കേൾക്കാൻ പോലും സാധ്യമല്ല. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സൗണ്ട് കേൾക്കുന്നു എന്ന് പറയുന്നത് ദൈവസന്നിധി ഇരിക്കാത്തവർ മറ്റുള്ളവർ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോഴും നമുക്ക് സംശയമുണ്ട്. എന്നാൽ ഈ സംശയത്തിനൊന്നും പോകണ്ട. കുറച്ച് ദൈവസന്നിധി ഇരുന്ന് നോക്കിയേ, ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് നേരിട്ട് ഇടപെടും. ആ അനുഭവത്തിൽ വരാതെ നമുക്ക് ആ ദൈവസന്നിധിയിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ കണ്ടിട്ടല്ല, പക്ഷെ കാണാതെ നമ്മൾ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അന്നേരം ആ പ്രവൃത്തി വരുന്നില്ല എങ്കിൽ ദൈവസന്നിധി ദൈവസഭകൾ പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഓരോ ഇടത്തുനിന്നും ആൾക്കാർ, ഞാൻ അമേരിക്കയിലെ കാര്യമാണ് പറയുന്നത്, അനേകർ സത്യം അറിയാൻ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങും അവിടെ ചെല്ലും അക്കരെ പച്ച, ഇവിടെ ഇരിക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരിക്കുക. ആരുടെയും കുഴപ്പമില്ല, ആരെയും ഞാൻ പേഴ്സണലായിട്ട് പറയുന്നില്ല. സത്യജനം ഉയരാനുള്ള സമയമായി, സത്യത്തിൽ ജീവിക്കുന്നവർ വളരാനുള്ളതായി. പണ്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ഭൂതബാധ ഉള്ള ഒരാളുടെ വിടുതൽ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, അന്നേരം അങ്ങൊന്നും ഇങ്ങൊന്നും ആൾക്കാരെ വിളിച്ചു വരുത്താമെന്ന് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് കുത്തിയിരുന്ന് പ്രാപിക്കാനാണ് ദൈവം ഇതിന് മധ്യം നമ്മൾക്ക് ഇട്ടിരിക്കുന്നത്. അത് പ്രാപിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകും. ആ രീതിയിൽ അത് ചില കാര്യങ്ങൾ ചെയ്യാനാണ്. നമ്മുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ ഇടുന്നത് നമ്മൾ ശക്തന്മാരാകാനാണ്. നമുക്ക് സഹോദരന്മാരെ തന്നത് സ്നേഹിക്കാനാണ്, സഹോദരന്മാരെ വിശ്വസിക്കാനാണ്. നമ്മളെ ഒരാളെ അന്നേരം ഈ പ്രമാണം പ്രമാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ തീ ഇറങ്ങി അത് അവിടെ ദൈവത്തിൻ്റെ ഇത് പടി നടക്കും. എന്നിട്ട് അടുത്ത കാര്യം കൊണ്ട് പെട്ടെന്ന് വായിച്ചോട്ടെ. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നു. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് രക്തം തന്ന പോലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്തം തന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല ഈ രക്തത്തിന്. നമുക്ക് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യർക്കെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ കർത്താവ് ഒരു മോഹവശവും ഇല്ലാതെ സകല മാനവജാതിക്കും വേണ്ടി രക്തത്തെ കൊടുത്ത് സകലർക്കും വിടുതൽ നൽകുവാൻ കർത്താവ് പാപത്തെ, ഞാൻ ഈ ഒരു വാക്കുകൂടെ എപ്പോഴും പറയാറുണ്ട്, ഒരാൾ രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അവനും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചതാണ്. അവൻ അവകാശമാക്കി എടുക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ആ നരകത്തിൽ പോകുന്ന ഏത് മനുഷ്യന് വേണ്ടിയും ദൈവം അവൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച, പക്ഷേ അവൻ അവകാശമുള്ളത് അവൻ അവകാശമാക്കിയില്ല. ആ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പം ഇന്നല്ല കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയത് 2000 വർഷം മുമ്പേ നമുക്ക് വേണ്ടി മരിച്ചതാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി മരിച്ച കർത്താവാണ്. അന്നേരം
ഞാനത് ഏറ്റെടുത്ത് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുമ്പോൾ ഞാൻ അതും പ്രകാരം പോകുന്നില്ല എങ്കിൽ എനിക്ക് നഷ്ടം. ദൈവത്തിന് ഒരു കുഴപ്പവും വരത്തില്ല. നമ്മുടെ അശുദ്ധി ദൈവത്തിൻ്റെ വിശുദ്ധിയെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അനുസരണക്കേട് ദൈവത്തിൻ്റെ യാതൊരു കാര്യത്തെയും ചെറുതാക്കാൻ പറ്റത്തില്ല. പോയത് നമുക്ക് തന്നെ, നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെ. അന്നേരം നാം ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിക്ക് വേണ്ടി നാം വേർതിരിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ലോകത്തിലെ ഉള്ളവർ പറയുമ്പോൾ ലോകത്തിൻ്റെ സിസ്റ്റത്തിലാണ് പറയുന്നത്, ആത്മാവിലുള്ളവർ പറയുമ്പോൾ ആത്മാവിൻ്റെ സിസ്റ്റത്തിലുള്ളവരാണ് പറയുന്നത്. കാര്യം ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മനുഷ്യരിൽ കൂടെ അല്ലേ ദൈവം പ്രവർത്തിച്ചതാന്നു. പക്ഷേ മനുഷ്യരിൽ കൂടി മാത്രം പ്രവർത്തിച്ചാൽ മതിയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ആ മനുഷ്യരിൽ കൂടി ഇരുന്ന് പ്രവർത്തിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ദൈവിക കാര്യങ്ങൾ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ആ പ്രമാണത്തിൽ വന്നിട്ട് എഴുന്നിട്ട് ഐക്യതമുള്ളവരായി ഇരുന്നിട്ട് ആർക്കും ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. അവിടെ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ചുമ്മാ കാട് കയറി പ്രവചിക്കാനല്ല പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കാനും ദൈവകൃപയിൽ വളർന്നു വരുവാനുമാണ് ഈ പ്രവചനം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ലോകത്തിലേക്ക് മടക്കി വരുത്താനല്ല അവനെ ദൈവത്തിൻ്റെ വചനം അവന് കൃപ നൽകുന്നത്. പിന്നെ ശുശ്രൂഷയെങ്കിൽ അന്നേരം ശുശ്രൂഷയിൽ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കുറേ ദാസൻ തന്നെ ആയിരിക്കണം. കാര്യം നമുക്കൊരു വേലക്കാരുണ്ടെങ്കിൽ വേലക്കാരൻ്റെ ഇഷ്ടത്തിനല്ല നമ്മൾ ചെയ്യുന്നത്. എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.